180 കോടി എന്നൊക്കെയാ പറയുന്നത് ബജറ്റിനെ. അങ്ങനെ ആണോന്ന് അറിയില്ല, എങ്കിലും അത്രയാണ് നമ്മൾ പുറമെ കേൾക്കുന്ന ഒരു ബജറ്റ്. പൊതുവെ പുറത്തോട്ട് അത് കുറച്ച് ബ്ലോട്ടഡ് ആയിട്ടുള്ള കണക്കാണ്, അത് പുറമെ കേൾക്കുന്നത്. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മലയാളത്തിൽ 200 കോടി കളക്ഷനിലായിട്ടൊക്കെ എത്തിയിട്ടുള്ള സിനിമകൾ സംഭവിച്ചു തുടങ്ങുന്നത് തന്നെ 2024 അപ്പം ഇത്രയും ബജറ്റിലേക്ക് വരുന്ന അത്ര ഇല്ലെങ്കിലും ആ ബജറ്റിനടുത്തെത്തുന്ന സിനിമയ്ക്ക് ഈ പറയുന്ന 200 കോടിയിൽ എത്തിയാലേ അതിനുള്ളൊരു തിരിച്ചൊരു റവന്യൂ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു അതൊരു വലിയ ബാധ്യതയായിട്ട് ആൻഡ്രൂ ജോസഫ് എപ്പോഴെങ്കിലും പ്രകടിപ്പിച്ചിരുന്നോ? അതോ ഡെഫിനറ്റ്ലി ഉണ്ടാവുമല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് പ്ലാറ്റ്ഫോം എടുത്തിരിക്കുന്ന പ്രൈസിങ് ഒരു റെക്കോർഡ് പ്രൈസിങ്ങിലാണ് എടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് വൺ ഓഫ്, കാരണം അവർ കണ്ടിട്ടാണ് പടം എടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ റവന്യൂ. പിന്നെ ബാക്കിയൊക്കെ തിയേറ്ററിക്കലുള്ള റവന്യൂസ് ഒക്കെ എന്നൊക്കെ പറയുന്നത് ആ റവന്യൂ ജനറേറ്റ് ആയി വരും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പുതിയ കണ്ടന്റ് ട്രൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും എല്ലാവർക്കും ഒരു ഫിയർ ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് എങ്ങനെയായിരിക്കും, ആ റിസ്ക് ഒക്കെ അവർക്കും അറിയാം, അവരുടെ സൈഡിൽ നിന്നും അറിയാമല്ലോ ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ ഈ പറഞ്ഞ അക്സെപ്റ്റൻസ് നമ്മൾ കുറച്ചുകൂടെ ഒരു ക്ഷമ കാണിക്കണം പ്രേക്ഷകർ. ഇതിനെ ഒന്ന് മനസ്സിലാക്കാനുള്ളൊരു ക്ഷമ കാണിക്കണം. കാരണം എല്ലാ പടവും നമ്മൾ ഈ പറഞ്ഞ പോലെ അതുപോലെ ആവാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് എൻ്റെ ഒരു പേഴ്സണൽ ടേക്കാണ്. ആളുകൾക്ക് മാറാം,